ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന ഒരു ചിന്തയുണ്ട്. ആകയാൽ എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. കാലം ഇത്ര മാറിയിട്ടും ഇത്തരം വിചാരങ്ങളൊന്നും നമ്മിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? എന്തു തിന്നും എന്നതും എന്തു കുടിക്കും എന്നതാണ്, എന്തുടുക്കും എന്നതാണ്, എവിടെ പാർക്കും എന്നതാണ്. സ്വന്തമായിട്ട് പാർപ്പിടം ഇല്ലാത്തവനെ സംബന്ധിച്ച് പാർപ്പിടമാണ് അവന്റെ ദുഃഖം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ച് പണമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. വചനം പറയുന്നു, വിചാരപ്പെടരുത്. കാരണം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ട് എന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എങ്ങനെ ഞാൻ ജീവിക്കും എന്നതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളിലും ഇടപെടുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. എന്നാൽ അതിനപ്പുറമായി നിത്യതയെക്കുറിച്ച് ചിന്തിപ്പാനും അവയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നമുക്ക് കഴിയണം. നമ്മുടെ ജീവനേക്കാൾ വലുതാണ് നിത്യജീവൻ എന്ന ബോധ്യത്തോടെ, പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതങ്ങളെ നയിക്കാം.